ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മനുഷ്യരാശിയുടെ അന്ത്യമോ? വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ChatGPT എന്ന് പറയുന്ന മോഡേൺ AI ഏറ്റവും പ്രധാനപ്പെട്ട ടൂളിനോട് ചോദിച്ചു, ഐ എം ഗോയിങ് ടു ടേക്ക് എ യൂട്യൂബ് വീഡിയോ ഓൺ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. 5 പോയിന്റുകൾ എനിക്ക് തരൂ വിത്ത് റെഫറൻസ്. ഏതാനും സെക്കൻഡുകൾ കൊണ്ട്, ഒരുപക്ഷെ മണിക്കൂറുകൾ നീണ്ട റിസർച്ചാണ് ChatGPT ഏതാനും സെക്കൻഡുകൾ കൊണ്ട് തന്നത്. അതിലെന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഇതിന്റെ റിസർച്ചേഴ്സായ സ്റ്റുവാർട്ട് റസലും പീറ്റർ നോർവിഗും നടത്തിയ കണ്ടെത്തലുകൾ, വീക്ക് AI ഉണ്ട്, ജനറൽ AI ഉണ്ട്, അല്ലെങ്കിൽ സ്ട്രോങ് AI ഉണ്ട്, അതിന്റെ വ്യത്യാസം, സൂപ്പർ ഇന്റലിജൻസ് എന്നുള്ള കാര്യങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് AIയുടെ ആപ്ലിക്കേഷൻസ്, എവറിത്തിങ് ഈസ് അവൈലബിൾ ഇൻ എ ഫ്യൂ സെക്കൻഡ്സ്. ഇതാണ് AIയുടെ ശക്തി. AI മനുഷ്യരാശിയുടെ അന്ത്യമല്ല, യഥാർത്ഥത്തിൽ ഒരു പുതിയ യുഗപ്പിറവിയാണ്. മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടെത്തലുകൾ എന്ന് നമ്മൾ പൊതുവെ പറയാറുള്ളത് തീയും വീലും ഒക്കെയാണ്. തീയുടെയും വീലിന്റെയും കാലഘട്ടത്തിന് ശേഷം, അതായത് തീ കൊണ്ടാണ് ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു നമുക്ക്, അതായത് ഒരു കാലത്ത് ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു നമ്മൾ, വേട്ടയാടി അത് ഗ്യാദർ ചെയ്ത് ജീവിച്ചിരുന്ന ഒരു ജനതയാണ്. അതിനുശേഷമാണ് ഫാമിംഗ് അടക്കമുള്ള കാര്യങ്ങൾ വന്നത്. തീയുടെ കണ്ടെത്തലും തീയുടെ ഉപയോഗവും ഒക്കെ അതിനെ വളരെ കാര്യമായി സ്വാധീനിച്ചിട്ടുണ്ട്. രാത്രിയിൽ കൂടുതൽ യാത്രയായി, കൂടുതൽ വാം ക്ലൈമറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്ന രീതിയായി ആ തീയുടെ കാലഘട്ടം. അതിനുശേഷം ഒരുപക്ഷെ വീൽ കണ്ടെത്തിയ കാലഘട്ടം. ഇതൊക്കെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ വലിയ കുതിച്ചുചാട്ടങ്ങളായിരുന്നു. പാലങ്ങൾ ഉണ്ടായ കാലം, അത് വലിയൊരു വിപ്ലവമായിരുന്നു. കാര്യം 2 കരകളെ മണിക്കൂറിലെടുത്ത് കിടക്കുന്നതിന് പകരം ഒരു പുതിയ ബ്രിഡ്ജ് കൊണ്ടുവത്താൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് കിടക്കും. അതേപോലെ ഒരുപാട് വലിയ മാറ്റങ്ങൾ ഉണ്ടായി. തീ, വീൽ. അതിനുശേഷം മനുഷ്യരാശിയുടെ ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് ആണ് ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തോടെ ഉണ്ടായത്. നമുക്കെല്ലാം സെർച്ചും ഗൂഗിൾ സെർച്ചും വ്യത്യസ്ത സെർച്ചുകളും ഒരുപാട് ഗുണം ചെയ്തു എന്നറിയാം. എന്നാൽ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന, അതിനെയൊക്കെ അതിശയിപ്പിക്കുന്ന മാറ്റമാണ് ആധുനിക കാലത്ത് ChatGPT, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇനിയും വരാൻ പോകുന്ന കാലത്ത് ഈ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്ന കാര്യം കൊണ്ടുവരുന്നത്. അതെന്താണെന്ന് പറഞ്ഞാൽ, എല്ലാ കാര്യത്തിനും മനുഷ്യൻ മണിക്കൂറിലെടുക്കുന്ന കാര്യം സെക്കൻഡുകൾ കൊണ്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ചെയ്യാൻ കഴിയും. അപ്പൊ സ്വാഭാവികമായൊരു ചോദ്യം വരും, നമ്മുടെ എല്ലാം ജോലികൾ നഷ്ടമാകില്ലേ? ഹോളിവുഡിൽ പോലും, ഇത് ഇന്ത്യയിലെ ഒരു ഇടതുപക്ഷക്കാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ ഉന്നയിക്കുന്ന ചോദ്യമല്ല, അങ്ങകലെ ഹോളിവുഡിലുള്ള സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യൂസ് ചെയ്യുന്നതിനെതിരെ സമരങ്ങൾ നടത്തുകയുണ്ടായി, അമേരിക്ക പോലൊരു ക്യാപിറ്റലിസ്റ്റ് കൺട്രിയിൽ. അപ്പോ ഈ സ്വാഭാവികമായ ചോദ്യം, മനുഷ്യന് വേണ്ടിയുള്ള ചോദ്യം, എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്. അത് നല്ല കാര്യവുമാണ്. പക്ഷേ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരിക്കലും നമ്മുടെ ജോലി ഇല്ലാതാക്കില്ല. പകരം നന്നായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അറിയാവുന്നൊരു വ്യക്തി നമ്മുടെ ജോലി ഇല്ലാതാക്കും. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇന്ന് എന്നോട് ഒരു ആർട്ടിക്കിൾ എഴുതാൻ എനിക്കൊരു 2 ദിവസം തന്ന് ഒരു പേപ്പർ പറയുകയാണ്, നിങ്ങളൊരു കോളം എഴുതി തരൂ എന്ന്. നാളെ ഇതേ 2 ദിവസം കൊണ്ട് എഴുതാൻ കഴിയുന്ന കോളം 2 മണിക്കൂർ കൊണ്ട് കുറെ കൂടെ നല്ല രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ മറ്റൊരാൾക്ക് കഴിയും. അത് വെറുതെ ChatGPT എടുത്ത് Ctrl+C Ctrl+V കോപ്പി പേസ്റ്റ് അടിച്ച് കൊടുക്കുന്നതല്ല. ChatGPT നമുക്കൊരു സ്ട്രക്ചർ തരും, ഒരു ഘടനാരൂപം തരും, അതിൽ അത്യാവശ്യമുള്ള ഫാക്ട്സ് തരും. ഈ ഫാക്ട്സ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ChatGPTയോ അല്ലെങ്കിൽ ബിങ്ങോ കോപൈലറ്റോ മെറ്റയോ അടക്കമുള്ള വ്യത്യസ്ത AI പവേർഡ് ഇന്റലിജൻസ് കാര്യങ്ങൾ, അതിൽ കൂടുതൽ ഡേറ്റ വരുന്നതോടെ അവരുടെ ആൽഗോരിതം ബെറ്റർ ആകും, നമുക്ക് കിട്ടുന്ന റിസൾട്ടുകളും കുറെ കൂടെ മെച്ചമാകും. അപ്പോൾ പണ്ട് 2 ദിവസം കൊണ്ട് എഴുതാൻ കഴിയുന്ന കാര്യം ഇന്ന് 2 മണിക്കൂറോ 3 മണിക്കൂറോ നമ്മുടെ മനസ്സിടുകയാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ കിട്ടും, ഘടനാരൂപം കിട്ടും, റൈറ്റേഴ്സ് ബ്ലോക്ക് ഇല്ലാതെ നമുക്ക് എഴുതാൻ കഴിയും, പെട്ടെന്നൊരു ബോഡി കിട്ടും. ആ ബോഡിയെ നമ്മളൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ സോളും കൂടെ ഇട്ട് ഒരു പ്രാണപ്രതിഷ്ഠ, മനുഷ്യന്റെ പ്രാണപ്രതിഷ്ഠ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തരുന്ന കാര്യത്തിന് മേൽ വെക്കുകയാണെങ്കിൽ then a new article is ready. ഇത് ആർട്ടിക്കിൾ ആകാം, സ്ക്രിപ്റ്റ് ആകാം, സിനിമയുടെ മ്യൂസിക് ആകാം, അല്ലെങ്കിൽ ലിറിക്സ് ആകാം, എന്ത് കാര്യവും, കോഡിംഗ് ആകാം, എല്ലാ കാര്യവും ഈ രീതിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ടുതരും. നമ്മുടെ റിസർച്ചിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ChatGPT ഒക്കെ ഒന്ന് മാത്രമാണ്, ഇതേപോലെ ഒരുപാട് AI പവേർഡ് ആയിട്ടുള്ള റിസർച്ച് ടൂൾസ് ഉണ്ട്, കൃത്യമായ റെഫറൻസുകൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയും. ഇത് ഉപയോഗിച്ചാൽ മനുഷ്യബുദ്ധി കുറയുമോ? ഒരിക്കലുമില്ല. എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, 2000-ൽ ഗൂഗിളൊക്കെ ഈ രീതിയിൽ പോപ്പുലർ ആകുന്ന കാലത്ത് അന്ന് എന്നോടൊരാൾ ഈ ഗൂഗിൾ സെർച്ച് ഒന്ന് പഠിപ്പിക്കാമെന്ന് ചോദിച്ചു. അപ്പോ കൂടിരുന്ന മറ്റൊരു സുഹൃത്ത് പറഞ്ഞു, ഗൂഗിൾ സെർച്ച് ഒന്നും യൂസ് ചെയ്യരുത്, അത് മനുഷ്യനെ അലസനാക്കും, മനുഷ്യബുദ്ധിയെ ഇല്ലാതാക്കും. ലൈബ്രറിയിൽ പോയി നീ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ, എന്നാലേ നിങ്ങൾക്ക് കാര്യം അറിയൂ. അങ്ങനെ 10 പുസ്തകം വായിക്കുമ്പോഴാണ് ഒരു കാര്യം കിട്ടുക. അപ്പൊ 10 കാര്യങ്ങളെ കൂടെ നമ്മൾ പരിചയപ്പെടും എന്നൊക്കെയുള്ള കാൽപ്പനികമായ റൊമാൻറ്റിക് നോൺസെൻസ് എന്ന് പറയുന്നു. ഇന്ന് കേൾക്കുമ്പോൾ 20 വർഷം എന്ന് പറഞ്ഞ ആൾ എത്രമാത്രം തെറ്റാണ് പറഞ്ഞതെന്ന് നമ്മൾ തിരിച്ചറിയും. കാര്യം ഇന്ന് ഗൂഗിൾ സെർച്ച് ഇല്ലാത്തൊരു കാര്യം പോലും നമുക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോ ഗൂഗിൾ സെർച്ച് പോലെ ഫണ്ടമെന്റലായ, മൗലികമായ, അടിസ്ഥാനപരമായ ഒരു മാറ്റമായിരിക്കും AI കൊണ്ടുവരിക. AI നമ്മുടെ സുഹൃത്താക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. മേക്ക് AI യുവർ ഫ്രണ്ട്,
ബിക്കോസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലസ് ഹ്യൂമൻ ഇൻസ്പിറേഷൻ ഇവ രണ്ടും കൂടെ ചേരുന്നതാണ് ആധുനിക ലോകം. AI മാത്രമല്ല, പണ്ട് ടെർമിനേറ്ററിൽ അർണോൾഡ് ശ്വാർസ്നെഗർ വന്ന് നമ്മുടെ മെഷീൻസ് വെച്ച് മനുഷ്യരെല്ലാം കൊല്ലുന്നത് പോലെയൊന്നുമല്ല, അതൊക്കെ സിനിമാറ്റിക് ഭാവനയാണ്. എന്നാൽ AI പവർ ചെയ്യുന്ന ഒരു ലോകം മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി. ആ രീതിയിൽ AI പ്ലസ് ഹ്യൂമൻ സെൻട്രിസം, മനുഷ്യനിൽ കേന്ദ്രീകൃതമായ മനുഷ്യന്റെ നന്മയ്ക്കും ലോകങ്ങളുടെ നന്മയ്ക്കും രാജ്യങ്ങളുടെ നന്മയ്ക്കും ഒക്കെയുള്ള കാര്യം, അതോടൊപ്പം അതിന് AI പവർ, ഇതായിരിക്കും ഭാവിയിലെ ഒരു സിനർജി. ഈ സിന്തസിസിലായിരിക്കും ഭാവി പോവുക. അതുകൊണ്ട് മേക്ക് AI യുവർ ബെസ്റ്റ് ഫ്രണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു AI ലിറ്ററസി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലിറ്ററസി ആവശ്യമാണ്. വാട്സപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനമായതുപോലെ ഇന്ന് മുത്തശ്ശന്മാരും പോലും രാവിലെ ഗുഡ് മോർണിംഗ് മെസ്സേജുകളും മറ്റും ഫാമിലി ഗ്രൂപ്പിലേക്ക് അയക്കുന്നത് പോലെ AI നമ്മുടെ ജീവിതത്തിന്റെ എസെൻഷ്യൽ പാർട്ട് ആകുകയും നമ്മുടെ എല്ലാ മേഖലകളെയും, അത് സിനിമയാകാം, കലയാകാം, ബിസിനസ് ആകാം, എഴുത്താകാം, ഏത് മേഖലയും, നിങ്ങൾക്ക് കൺസീവ് ചെയ്യാൻ പറ്റുന്ന ഏത് മേഖലയും, ഉദാഹരണം ഹെൽത്ത് അടക്കമുള്ള മേഖലകളിൽ രോഗങ്ങളെ ഐഡന്റിഫൈ ചെയ്യുന്നതിലാകാം, ലോയേഴ്സിന്റെ മേഖലയിൽ കേസുകൾ കണ്ടെത്തുന്നതാകാം, ആർഗ്യുമെന്റ്സ് ഫോർമുലേറ്റ് ചെയ്യുന്നതിനാകാം, എല്ലാ മേഖലയും AI അടിസ്ഥാനപരമായി മാറ്റും. സോ മേക്ക് AI അവർ ഫ്രണ്ട്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഒരു ഹ്യൂമൻ ഫ്രണ്ട് ആക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ഒരിക്കലും AI മനുഷ്യരാശിയുടെ അവസാനമല്ല, ലോകത്തിന്റെ അവസാനമല്ല, അതൊരു പുതിയ യുഗപ്പിറവിയാണ്. മനുഷ്യന്റെ ബ്രെയിനിൽ വിരിഞ്ഞ, ഈവൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഈസ് എ ഹ്യൂമൻ ക്രിയേഷൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പോലും മനുഷ്യൻ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. ആ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന മനുഷ്യന്റെ ക്രിയേഷൻ ആയിരിക്കും ഇനിയുള്ള ലോകത്തെ മുമ്പോട്ട് കൊണ്ടുപോവുക. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ. മേക്ക് AI യുവർ ഫ്രണ്ട്. AI നമ്മുടെ ജോബ് റീപ്ലേസ് ചെയ്യില്ല. AI നന്നായി അറിയാവുന്ന മറ്റൊരു മനുഷ്യനായിരിക്കും നമ്മുടെ ജോബ് റീപ്ലേസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ റീപ്ലേസ് ചെയ്യുക. അതുകൊണ്ട് ആ റീപ്ലേസ്മെന്റിലേക്ക് പോകാതെ മേക്ക് AI അപ്ഗ്രേഡഡ്. അതാണ് ഒരു പക്ഷേ ഇനിയുള്ള എല്ലാ മനുഷ്യർക്കും ചെയ്യാൻ കഴിയുക.